വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. വളരെ പെട്ടെന്നൊരു വാർത്തയാണ് കേട്ടത്. അതായത് ലുക്കാക്കു ടു നാപ്പോളി ഏകദേശം ഗെറ്റിംഗ് ഡൺ. അത് ഹിയർ വി ഗോ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു കൺഫേം ന്യൂസ് അല്ല. ഈവൻ ഹിയർ വി ഗോയിന്റെ ഒരു വാലിഡിറ്റിക്ക് പോലും ഇപ്പൊ ചോദ്യം വരികയാണ്. കാരണം ഹിയർ വി ഗോ കഴിഞ്ഞിട്ട് പോലും ഡീലുകൾ നടക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഫെബ്രിസോ റൊമാനോ തന്റെ സ്വന്തമായ ഒരു വാല്യൂ കുറച്ചുകൊണ്ട് വരികയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും സ്റ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയണേ റിലയബിൾ സോഴ്സ്. പക്ഷെ ഡേവിഡ് ഓൺസ്റ്റീൻ ഐ തിങ്ക് താൻ തന്നെ പുള്ളിക്കാരന്റെ തന്നെ ഒരു വേറൊരു സെപ്പറേറ്റ് ലെവൽ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തെന്നാലും ലുക്കാക്കു ടു നാപ്പോളി ഏകദേശം ഗെറ്റിംഗ് ഡീൽ ഡൺ. ആൻഡ് ഇതിന്റെ അർത്ഥം ഓസിമൻ വരുന്നുള്ളതല്ല. കാരണം ഓസിമൻ ഡീൽ സെപ്പറേറ്റ്. ആൻഡ് ഓസിമന്റെ ഡീൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ ഓപ്ഷൻ ഓൺ ടേബിൾ വളരെ വ്യക്തമായിട്ട് നാപ്പോളിക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ ഓസിമൻ വിത്ത് എൻ ഒബ്ലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ വരുള്ളൂ എന്നുള്ളത് കേൾക്കുന്നു. അതായത് ഓപ്ഷൻ ടു ബൈ അല്ല, ഒബ്ലിഗേഷൻ ആവണം. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഹാസ് ടു ബി മെയ്ഡ് കൺഫേംഡ്. അതല്ലാന്നുണ്ടെങ്കിൽ വിക്ടർ ഓസിമൻ നാപ്പോളി വിടില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, അത് സെപ്പറേറ്റ് ആയിട്ടൊരു ഡീലാണ്. ലുക്കാക്കു സെപ്പറേറ്റ് ആയിട്ടൊരു ഡീലാണ്. സോ ഫസ്റ്റ് ലുക്കാക്കു ടു നാപ്പോളി അത് കൺഫേം ആയതിനു ശേഷം പിന്നെ ഇവർ വീണ്ടും ഈ ഓസിമനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്ന ദിവസങ്ങളിൽ നടത്തും. ആൻഡ് ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. അതൊരു ട്രാൻസ്ഫർ വിൻഡോന്റെ അവസാനത്തേക്ക് എത്തുന്നുള്ളത്. പക്ഷെ ലുക്കാക്കുവിന്റെ ഇത്രയും പെട്ടെന്ന് ക്ലോസ് ആവും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു എന്താ പറയുക, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 27-28 തീയതി ആവും എന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇവര് ഓൾറെഡി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ചെയ്യുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേ, ഇതിപ്പോ വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ്. ഒരു മാരണത്തിനെ തന്റെ അവസാന സിസ്റ്റത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ടുള്ള ഒരു സാഹചര്യം കിട്ടി. കുറെ നാളുകൾ കൊണ്ട് ഈ ഭാരം ചുമന്നുകൊണ്ട് കിടക്കുകയാണ് ചെൽസി. ആൻഡ് ഫൈനലി വി ആർ ഗെറ്റിംഗ് ലൂസ് ഓഫ് ദിസ് ഗൈ. ഗുഡ് ന്യൂസ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് എന്താണെന്ന് നോക്കട്ടെ. അതിനിടയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് ഞാൻ ചെയ്യാം. ലുക്കാക്കു ഗോയിങ് ഔട്ട് മോസ്റ്റ്ലി കൺഫേം ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് എഫ്. എസ്. കെ ഫ്രം ചെൽസിക്കാരൻ.